Hi friends, ExoticBeast in another episode like വീണ്ടും സ്വാഗതം. ഞാൻ അച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. റെഡ്മിയുടെ ഏറ്റവും പുതിയ ഫോണായ Redmi Note 9ന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഈ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് മറക്കാതെ ഓൺ ആക്കി ഇട്ടേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫോൺ. നമ്മൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ആമസോണിലൂടെയാണ്. ആമസോണിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇതാണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഫോണ്, റെഡ്മിയുടെ നോട്ട് 9. നോട്ട് 9ന്റെ മെമ്മറി നോക്കുമ്പോഴാണെങ്കിൽ 6GB റാമും 128GB റോമും ഉള്ള വേരിയൻ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48 മെഗാപിക്സലിലെ കോഡ് ക്യാമറ, അതായത് 4 ക്യാമറയാണ് ഇവർ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് പറയുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളത് ആ ഫോണൊക്കെ ഒന്ന് എൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫോണിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ബാക്ക് കവർ അവർ തരുന്നുണ്ട്. അതിൻ്റെ പുറമേ തന്നെ ഒരു ഫോൺ സിമ്മൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാനുള്ള ഒരു ടൂളും കൂടെ തരുന്നുണ്ട്, ഒരു നീഡിൽ. അവിടെ ഇരിക്കട്ടെ. ഫോണിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. ഇവർ എക്സ്ട്രാ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബാക്ക് കവറാണ് കേട്ടോ. ഫോണിൻ്റെ ഗ്രേ കളർ ഫോണിന് പറ്റിയ ഒരു ബ്ലാക്ക് കളർ ഒരു കവർ, ബാക്ക് കവർ. വലിയ പ്രൊട്ടക്ഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ജസ്റ്റ് ഒരു സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ പാകത്തിനുള്ള ബാക്ക് ബോർഡിൽ ഇടാൻ പറ്റിയ ഒരു കവർ. കോഡ് ക്യാമറയാണ് ബാക്കിൽ ഇടുന്നത്, അപ്പോൾ അതിനെ പറ്റിയ ഒരു കവറാണ് തന്നിരിക്കുന്നത്. അതായത് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫോൺ. ഇതും തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെയുള്ള മറ്റ് ആക്സസറീസൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് എല്ലാ ഫോണിനും വരുന്ന പോലെ തന്നെ ഫോണിന് ചാർജർ മാത്രം തന്നെയാണ് ഉള്ളത്. ഹെഡ്സെറ്റ് ഒന്നും ഇതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല അവർ. അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് കയറാൻ പറ്റുന്ന ഒരു ചാർജറാണ് അവർ തന്നിരിക്കുന്നത്. 5 വോൾട്ട് വർക്ക് ചെയ്യുന്ന സി പോർട്ടാണ് അവർ തന്നിരിക്കുന്നത്. സി കേബിളാണ്, ഡാറ്റ കേബിൾ, ചാർജർ. ഇനി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് കിടക്കാം, എല്ലാം മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ റെഡ്മിയുടെ നോട്ട് 9. യെസ്, ഇതാണ് നമ്മുടെ ഒരു കളർ. ഒരു ബ്ലൂ വരെ തോന്നിക്കുമെങ്കിലും ഇത് അവർ കറക്റ്റ് കളർ പറയുന്നത് പെബിൾ ഗ്രേ എന്നാണ് ഈ ഒരു കളറിന് റെഡ്മി പറയുന്ന പേര്. ഇത് നമുക്ക് 3 കളർ വേരിയന്റിലാണ് നമുക്ക് കിട്ടുന്നത്. പെബിൾ ഗ്രേ, അതുപോലെ തന്നെ വൈറ്റ്, ആർട്ടിക് വൈറ്റ് എന്ന് പറയും. പിന്നെ ഒരു ഗ്രീൻ കളറിലും കൂടെ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. അതിന് പുറമെ ഇതിന് നമുക്ക് 3 മെമ്മറി കോമ്പിനേഷൻസ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ മെമ്മറി വേരിയേഷൻ എന്ന് പറയുന്നത് 4GB 64GB റോം, അതാണ്. അതിന് പുറമെ 6GB 128GB ഉണ്ട്, പിന്നെ 4GB 128GB ഉണ്ട്. ഇത് നമ്മൾ അതിനകത്തേക്ക് ഏറ്റവും കൂടിയ ഒരു മെമ്മറി വേരിയൻ്റായ ഈ ഫോണിന് 6GB റാമും 128GB റോമുമാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫോൺ ഒന്ന് ഓണാക്കി നോക്കാം. ഫോൺ ഓണാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ പുറമെ എന്തൊക്കെ സ്വിച്ചുകളും ബട്ടണൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. താഴെയായിട്ട് ഒരു ഹെഡ്സെറ്റിന്റെ കേബിൾ വരുന്നുണ്ട്. റെഡ്മി ഫോണുകളിൽ സാധാരണയായിട്ട് മേൽഭാഗത്താണ് വരുന്നത്. ഈ ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ടൊരു ഹെഡ്സെറ്റിന്റെ ഒരു പോർട്ടുണ്ട്. ഹെഡ്സെറ്റ്, മൈക്ക്, അതിൻ്റെയൊക്കെ ഒരു പോർട്ടുണ്ട്. അതിന് പുറമെ ഒരു മൈക്കിന്റെ ഒരു പോർട്ടുണ്ട്. പിന്നെ സി കേബിളിന്റെ ഒരു പോർട്ട്. അതിന് പുറമെ നമ്മുടെ ഫോണിന്റെ സ്പീക്കേഴ്സ് വേറെ ഒരിടത്തും അവൈലബിൾ അല്ല. ബാക്കിൽ മാത്രമേ, താഴെ മാത്രമേ ഉള്ളൂ, അടിഭാഗത്ത്. പിന്നെ വലത് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റെഡ്മി ഫോണുകളിലും വരുന്ന പോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചും ലോക്ക് സ്വിച്ചും. ഇതിനകത്തേക്ക് സിം ഇടുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇടത് സൈഡിലായിട്ട് സിം പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. അതെന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിന്റെ മേൽഭാഗത്തായിട്ട് വരുന്നത് ഇതൊരു IR ബ്ലാസ്റ്ററാണ്. IR ബ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഫോൺ നമുക്കൊരു റിമോട്ടായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ AC അതുപോലുള്ള കാര്യങ്ങളിലായിട്ട്, AC-യിലായിക്കോട്ടെ, TV-യിലായിക്കോട്ടെ, അതിനൊക്കെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു IR ബ്ലാസ്റ്ററും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പോർട്ട്. പിന്നെ ഇവിടെ വരുന്നത് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും കൂടെ വരുന്നുണ്ട്.
ഈ ഒരു ഫോണിന്റെ പ്രധാന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ 48 മെഗാ പിക്സലുള്ള ഈ ഒരു കോഡ് ക്യാമറയാണ്. അതായത് 4 ക്യാമറാസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 1, 2, 3, 4. അതിന്റെ പുറമെ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും കൂടെ ഉണ്ട്. ഫ്ലാഷ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 48 മെഗാ പിക്സലാണ്. അല്ലാതെ 4 48 എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം 48 മെഗാ പിക്സൽ, മറ്റൊരെണ്ണം 8 മെഗാ പിക്സൽ, പിന്നെ 2 ഉള്ളത് 2 മെഗാ പിക്സൽ വീതമാണ്. അപ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം 48 MB പ്രൈമറി ക്യാമറ, പിന്നെ ഒരെണ്ണം അത് ഹൈ റെസൊല്യൂഷൻ ആണ് കേട്ടോ. പിന്നെ ഒരെണ്ണം വരുന്നത് 8 മെഗാ പിക്സലാണ്. അതിലൊരെണ്ണം അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് അതിലൊരെണ്ണം. പിന്നെ വരുന്നത് ഒരു മാക്രോ ലെൻസ് ഘടിപ്പിച്ച ഒരു ക്യാമറയാണ്. അതായത് നമുക്കിപ്പോൾ ഒബ്ജക്ട്സിന്റെ ഒക്കെ ഏറ്റവും അടുത്ത്, ഏകദേശം ഒരു 2 സെന്റിമീറ്റർ അടുത്ത് വരെ നമുക്ക് കൊണ്ടുപോയി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു മാക്രോ ലെൻസ് ഉള്ള ഒരു ക്യാമറ ഉണ്ട്. പിന്നെ വരുന്നത് സാധാരണ ഒരു ഡെപ്ത് ലെൻസ് ഉള്ള ഒരു നോർമൽ ക്യാമറ. അങ്ങനെ അതായത് പോർട്രേറ്റ് മോഡൊക്കെ, പോർട്രേറ്റിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പോർട്രേറ്റ് ക്യാമറയാണ് അത്. അങ്ങനെയാണ് 4 ക്യാമറയും വരുന്നത്. പിന്നെ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നത്, സെൽഫി ക്യാമറ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ, അതായത് നമ്മുടെ ഡിസ്പ്ലേയുടെ ഉള്ളിൽ ഒരു ഹോൾ എന്നുള്ള രീതിയിൽ, ഒരു ഹോൾ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവർ ഈ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ഓണാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല അവർ നമുക്ക് വേണ്ടി എക്സ്ട്രാ ഗൊറില്ല ഗ്ലാസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഞാൻ ഈ ഫോണിന്റെ കവർ ഇട്ടിരുന്നു, അത് ഇളക്കി മാറ്റിയെടുക്കാം. ഓക്കെ, അവർ ഗൊറില്ല ഗ്ലാസ്, അതായത് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലാസും കൂടെ അതിനകത്തേക്ക് അവരിട്ട് വെച്ചിട്ടുണ്ട്, ഇട്ടാണ് നമുക്ക് തരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ സിം ഒന്ന് ഇട്ട് നോക്കാം ഇതിനകത്തേക്ക്. അതിൻ്റെ സ്ലോട്ട് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സ്ലോട്ടാണിത്. ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ റെഡ്മി ഫോണിലൊക്കെ വരുന്നത് ഒരു ഡബിൾ സ്ലോട്ടുള്ള ഒരു അതായത് സിം അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വരുന്നത് ഒരു ട്രിപ്പിൾ സ്ലോട്ടാണ്. റെഡ്മിയുടെ സാധാരണ ഫോണുകളെ അപേക്ഷിച്ച്, അതായത് 2 നാനോ സിമ്മും പിന്നെ എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന രീതിയിലൊരു ട്രിപ്പിൾ സ്ലോട്ടാണ്. നമുക്ക് ഒരേ സമയം 2 സിമ്മും അതിന് പുറമെ ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ടൊരു ട്രിപ്പിൾ സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് സിം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ഫുൾ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ്, അതായത് 6.5 ഇഞ്ച് ഫുൾ ഡിസ്പ്ലേ ആണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസും കൂടെ അവർ തരുന്നുണ്ട് ഇതിനകത്തേക്ക്. ഗൊറില്ല ഗ്ലാസ് ഫ്രണ്ടിൽ ഇട്ട് തന്നെയാണ് അവർ തരുന്നത്. അതായത് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. റെഡ്മി നോട്ട് 9ന്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഹീലിയോ G85ന്റെ ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10ന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് ബോഡി കൊടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആണ്, ഒരു മെറ്റൽ ബോഡി ഒന്നുമില്ല. നോട്ട് 8നെയും അല്ലെങ്കിൽ നോട്ട് 7നോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു അത്രയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് അല്ല. കാരണം മെറ്റൽ ബോഡിയാണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് മെറ്റൽ ബോഡി. ഇതിപ്പോ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടി നോക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും പ്ലാസ്റ്റിക് ബോഡിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ഈ ഒരു ഫോണിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ ഓവറോൾ ഇതിന്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ആ ഒരു മെറ്റൽ ബോഡി നമ്മൾ എന്തായാലും ഒരു കണക്കാക്കുന്നില്ല. കാരണം അതിന് പറ്റിയൊരു നല്ലൊരു ബാക്ക് കവറും നല്ലൊരു ടെമ്പേർഡ് ഗ്ലാസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഗൊറില്ല 5 ഗ്ലാസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ലുക്കാണ് നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറ അകത്തേക്ക് വരുന്ന രീതിയിലുള്ള ഫ്രണ്ട് ക്യാമറയും വളരെ സ്ലിം ആയിട്ടുള്ള ലുക്കും, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കറക്റ്റ് ഒരു 200 ഗ്രാമാണ് ഇതിന്റെ കറക്റ്റ് വെയിറ്റ് വരുന്നത്. 199 ഗ്രാം. നമ്മൾ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ലോക്കാണ്, ആണല്ലേ. ജസ്റ്റ് തൊട്ടതിന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്, കണ്ടില്ലേ. വളരെ സ്മൂത്ത് ആണ് ഇതിന്റെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാനായാലും ഇതിന്റെ ടച്ച് ആയാലും. ഈ ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2-3 മോഡലൊക്കെ തന്നിട്ടുണ്ട്. ഇത് സാധാരണ ഫോട്ടോ മോഡ്, നമുക്ക് ഫുൾ സ്ക്രീൻ മോഡിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം, കണ്ടില്ലേ. ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഫോട്ടോ മോഡ്. പിന്നെ അല്ലാതെ 48 മെഗാ പിക്സലിന്റെ ക്യാമറ, അതായത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെൻസ് ആണ്, ഈ ഇട സൈഡിൽ മേളിൽ കാണുന്ന ഈ ഒരു ലെൻസ് ആണ് 48 മെഗാ പിക്സൽ. ബാക്കി 3 ലെൻസ് ഏതാണ്ട് ഒരുപോലത്തെ ലെൻസാണ്. ഇതാണ് ഒരു കുറച്ചുകൂടെ അത് ക്വാളിറ്റി കൂടുതലുള്ള
48 മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലി ഒരു ഓപ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്, 48 MB എന്ന് പറഞ്ഞിട്ട്. പിന്നെ അല്ലാതെ പോർട്രേറ്റ് മോഡുണ്ട്, ഫോട്ടോ എടുക്കാൻ. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർഡ് ആക്കിക്കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ നൈറ്റ് മോഡുണ്ട്, പിന്നെ പനോരമ, അങ്ങനെ കുറച്ച് മോഡുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് നമ്മൾ റെഡ്മി നോട്ട് 9 എടുത്ത വിഷ്വൽസ് ആണ്. സ്ക്രീൻ നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വൈഡ് ആംഗിളായിട്ട് തന്നെ നമുക്ക് വിഷ്വൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് കാഴ്ചയിൽ നമുക്കത് നല്ല രീതിക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈഡ് ആംഗിളായിട്ടുള്ള ലെൻസ് തന്നെയാണ് നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ മാത്രമല്ല, ഇതിലെടുത്ത ഫോട്ടോസും നല്ല ഹൈ ഡെഫിനിഷനും നല്ല ഡീറ്റെയിലിംഗും ആണ്. സയോമിയുടെ ഫോണുകൾ എപ്പോഴും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകളാണ്. അപ്പൊ ഈ ഒരു ഫോൺ, അതായത് 6GB 128GB ഈ ഒരു ഫോണിന്റെ വില ആമസോണിലെ വില 14,999 രൂപയാണ്. അതായത് കറക്റ്റ് 15,000 രൂപ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 15,000 രൂപ റേഞ്ചിൽ 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള മറ്റൊരു കമ്പനിയുടെ ഫോൺ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ ഒരു ഇത്രയും സ്പെസിഫിക്കേഷൻ ഉള്ള 48 മെഗാ പിക്സൽ ക്യാമറയും ഇത്രയും വലിപ്പമുള്ള ഡിസ്പ്ലേയും, അതായത് 6.5 ഇഞ്ച് ഇത്രയും വലിപ്പമുള്ള ഡിസ്പ്ലേ ഉള്ള മറ്റൊരു ഫോണും റെഡ്മി അല്ലാതെ മറ്റൊരു ഫോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇതിന്. അത് മാത്രമല്ല, ഇതിന്റെ ചാർജ്, അതായത് ഇതിന്റെ ചാർജിങ് ടൈം എത്രയാണ്, അത് മാത്രമല്ല ഇതിന് ഫോൺ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്ന് വന്ന ഫോണാണ്. ഇപ്പൊ തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചയെങ്കിലും എടുക്കും. ഫോൺ എത്ര സമയം എടുത്താണ് ഫുൾ ചാർജ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1.5 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ചാർജ് ആവുമെന്നാണ് റെഡ്മി പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളാണെന്ന് നമുക്ക് ഉപയോഗിച്ച് 2-3 പ്രാവശ്യം ചാർജ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഫോൺ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, കാരണം മെറ്റൽ ബോഡി ഇല്ല, പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ ഫോൺ എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ടോ, ഹാങ് ആവുന്നുണ്ടോ, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ കാര്യം നമുക്ക് യൂസ് ചെയ്ത് നോക്കി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ സെക്ഷനിൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. തുടക്കമായതുകൊണ്ട് നമുക്കും ഈ ഒരു ഫോൺ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്, യൂസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെയാണ്. ഇതിനു മുമ്പായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിന്റേതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ യൂസ് ചെയ്തതിനു ശേഷം അതിന്റെ റിവ്യൂ എന്താണ് ഞാൻ അറിയിക്കാം. ഓരോ ആഴ്ച, അതായത് മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ ഫ്ലാഷ് സെയിലാണ് ഇതിനകത്തേക്ക് ഉള്ളത്. ആമസോണിൽ ഫ്ലാഷ് സെയിൽ ഉണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ആമസോണിലെ പർച്ചേസ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആവശ്യക്കാരാണെന്ന് കയറി നോക്കുക. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെഡ്മിയുടെ നോട്ട് 9. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നല്ല വ്യത്യസ്തമായ, ഇതിൽ നല്ല അടിപൊളി എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.